വിശുദ്ധ കുരിശിൻ്റെ ഇടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദുഷ്ടന്മാരുടെ സന്തതി പരമ്പരകൾ അഭിവൃദ്ധി പ്രാപിക്കുന്നതിലെ വൈപരീത്യം ജോബ് സോഫറിനോട് തുറന്നു കാട്ടുന്നു. ഐശ്വര്യപൂർണനായ, ക്ലേശരഹിതനായ, സുരക്ഷിതനായ ഒരുവൻ മരിച്ചാലും ഒരിക്കലും സുഖം ആസ്വദിക്കാതെ മറ്റൊരുവൻ അസ്വസ്ഥനായി മരിച്ചാലും ഇരുവരും ഒന്നുപോലെ പൊടിയിൽ കിടക്കുന്നു, പുഴു അവരെ പൊതിയുന്നു എന്ന് ജോബ് സോഫറിനെ ഓർമ്മിപ്പിക്കുന്നു. ജോബിൻ്റെ സുഹൃത്തായ എലീഫസ് തൻ്റെ മൂന്നാമത്തെ പ്രസംഗത്തിലും ജോബിനെ കഠിനമായി കുറ്റപ്പെടുത്തുന്നു. ദൈവം ശിക്ഷിക്കുന്നത് പാപത്തിൻ്റെ ഫലമാണെന്ന് അവകാശപ്പെടുന്നു. എലീഫസ് ജോബിൻ്റെ ദുഷ്പ്രവർത്തികൾ ചൂണ്ടിക്കാണിക്കുന്നു. അതിനാൽ എലീഫസ് ജോബിനോട് ദൈവത്തിൻ്റെ വചനങ്ങൾ സ്വീകരിച്ച് ദൈവത്തിലേക്ക് തിരിയാൻ ആഹ്വാനം ചെയ്യുന്നു. അതിലൂടെ ദൈവം അനുഗ്രഹിക്കുമെന്ന് ഉറപ്പു നൽകുന്നു. പ്രാർത്ഥനയുടെ ശക്തിയെപ്പറ്റിയും എലീഫസ് ജോബിനോട് ഉപദേശിക്കുന്നു. നീ അവിടത്തോട് പ്രാർത്ഥിക്കുകയും അവിടുന്ന് ശ്രവിക്കുകയും ചെയ്യും. നിന്റെ നേർച്ചകൾ നീ നിറവേറ്റും. നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും. നിന്റെ പാതകൾ പ്രകാശിതമാകും. ജോബ് 22-ാം അധ്യായം 27-28 തിരുവചനങ്ങൾ. എന്നാൽ ജോബ് ദൈവത്തോട് തൻ്റെ ആകുലതയും നീതിയുള്ള നിലപാടും തുറന്നു പറയുന്നു. അവൻ തൻ്റെ വാദം അവൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ ദൈവത്തെ കാണാൻ ആഗ്രഹിക്കുന്നു. ദൈവം തനിക്കെതിരായി പ്രവർത്തിക്കുന്നുവെന്ന് ജോബിന് തോന്നുന്നെങ്കിലും താൻ ദൈവത്തിൻ്റെ വഴികളിൽ സത്യസന്ധമായി നടന്നുവെന്ന് അവന് ഉറപ്പുണ്ട്. ജോബ് ദൈവത്തിൻ്റെ അദൃശ്യതയും അതിജീവന ശക്തിയെയും കുറിച്ച് സംസാരിക്കുന്നു. ദൈവം എവിടെയാണെന്നറിയാൻ കഴിയുന്നില്ല, പക്ഷേ ദൈവം തൻ്റെ വഴി അറിയുന്നുവെന്നും തൻ്റെ പരിശുദ്ധത തെളിയുമെന്നും അവൻ ഉറച്ചു വിശ്വസിക്കുന്നു. എന്നാൽ എൻ്റെ വഴി അവിടെ നിന്നറിയുന്നു. അവിടെ നിന്നെ പരീക്ഷിച്ച് കഴിയുമ്പോൾ ഞാൻ സ്വർണം പോലെ പ്രകാശിക്കും. എൻ്റെ പാദങ്ങൾ അവിടുത്തെ കാൽപ്പാടുകളിൽ ഞാൻ ഉറപ്പിച്ചു. ഞാൻ അവിടുത്തെ പാത പിന്തുടർന്ന് ഒരിക്കലും വ്യതിചലിച്ചില്ല. അവിടുത്തെ കൽപ്പനകളിൽ നിന്ന് ഞാൻ വ്യതിചലിച്ചിട്ടില്ല. അവിടുത്തെ മൊഴികൾ എൻ്റെ ഹൃദയത്തിൽ ഞാൻ നിധി പോലെ സൂക്ഷിച്ചു. ജോബ് 23-ാം അധ്യായം 10-12 വരെയുള്ള തിരുവചനങ്ങൾ. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.